ഒരിക്കലും ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇവരുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലൊന്ന് കയറാം. വരുന്ന വഴിക്കാണ് എൻ്റെ വീട്, പാരൻസ് ഉള്ള സ്ഥലം. അപ്പോൾ അവിടെ എന്നെ കയറ്റാറില്ല, അത് വേറെ കാര്യം. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം, എന്താണെന്നൊന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് ചായ കുടിക്കണോ അതോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെന്താ നമ്മൾ അങ്ങോട്ടല്ലേ പോകണം, നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അതില്ല, അവിടെ നിന്ന് ചായ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഇത്രയും യാത്ര ചെയ്താണല്ലോ, ഒന്നെങ്കിൽ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് സമാധാനം പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്തായാലും കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് ചെന്ന് നോക്കാം, അവിടെ ചായ കിട്ടിയാൽ പിന്നെ അത് അങ്ങനെ ആയല്ലോ, പിന്നെ അല്ലെങ്കിൽ 2 ചായ കുടിക്കേണ്ടി വരും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മുടെ വീട്ടുകാരെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ലൈസ് ആണ്. ആ ബിഗ് ബോസിൽ നടന്ന ആ വിഷയത്തിന്റെ അത് ഇപ്പൊ നടന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സംഗതി ഇതൊരു മുന്നേ നടന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ആ ഒരു ഡിജാവു മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് ചെന്ന സമയത്ത് എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ചായ തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവൻ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ നിങ്ങൾ വെക്കുന്ന ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ ചായ ഇടുന്നില്ല എന്ന് അവരുടെ അടുത്ത് നോക്കി പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഞാൻ ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഇവരെൻ്റെ മുഖത്ത് നോക്കുകയാണ്, എല്ലാം മനസ്സിലായി, ഇപ്പൊ സമാധാനമില്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു, മറ്റൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അസൽ ബിരിയാണി ചായയും ഒക്കെ ആവശ്യത്തിന് കഴിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇതൊരു വലിയൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട് നമ്മുടെ സമൂഹത്തിൽ.